ഹായ് ഹലോ, നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ രണ്ടാമത്തെ വീഡിയോ ആണ്. സോ ഞാൻ സിലബസ് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അഡോളസെന്റ് സൈക്കോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ എന്താണ് ഡെവലപ്മെൻ്റ് എന്നും പിന്നെ ഡെവലപ്മെൻറ്റിൻ്റെ ഓരോ പ്രിൻസിപ്പിളും നമുക്കിന്ന് ചർച്ച. അപ്പോൾ ആദ്യം എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് നോക്കാം. ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. അതേപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടാകുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസിന് എല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം, ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഡെവലപ്മെൻറ്റ് സാധാരണയായിട്ട് നടക്കുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫിസിക്കൽ, കൊഗ്നിറ്റീവ്, ഇമോഷണൽ, സോഷ്യൽ, മോറൽ ആസ്പെക്ട്സിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. അതേപോലെ തന്നെ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. സോ നമുക്ക് ആദ്യത്തെ പ്രിൻസിപ്പിൾ നോക്കാം. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഓഫ് ബോത്ത് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പാരമ്പര്യം അല്ലേ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ജനറ്റിക് ഫൗണ്ടേഷനാണ് എന്തെന്ന് പറയുന്നത്, ഹെറിഡിറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ജനറ്റിക് ഫൗണ്ടേഷനെ ഷെയ്പ്പ് ചെയ്യുന്നതും മോഡിഫൈ ചെയ്യുന്നതും അവിടെയുള്ള എൻവയോൺമെൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ മ്യൂസിക്കിൽ ഒരു കഴിവുണ്ടെങ്കിൽ ആ കുട്ടി ഒരു ഗ്രേറ്റ് മ്യൂസീഷ്യൻ ആവുന്നത് എപ്പോഴാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെയും പ്രാക്ടീസസിലൂടെയാണ്. ഇതാണ് ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ബോത്ത് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് ഡെവലപ്മെൻറ്റ് ഫോളോ ആൻഡ് ഓർഡർലി സീക്വൻസ്. നമുക്കറിയാം ഇപ്പോൾ ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ആ കുട്ടി ഇരിക്കാൻ പഠിക്കും, പിന്നെ കമിഴാൻ പഠിക്കും, പിന്നെ നിൽക്കാൻ പഠിക്കും, പിന്നെ നടക്കാൻ പഠിക്കും. അതൊരു ഓർഡർലി സീക്വൻസ് ആണ് അല്ലേ. അല്ലാണ്ട് ഇപ്പോൾ ഒരു ജനിച്ച കുട്ടിയെ ആദ്യം നടക്കാനല്ല പഠിക്കുന്നത്. അപ്പോൾ അതൊരു സീക്വൻസ് ആയിട്ടുള്ള ഒരു ഓർഡർലി പ്രോസസ്സാണെന്നാണ് പറയണത്. ഇതിൽ വേറൊരു എക്സാമ്പിളും കൂടെ പറയുന്നുണ്ട്. ആദ്യം കുട്ടി ആന്ന് വിളിക്കാൻ പഠിക്കും, പിന്നെ അമ്മ അല്ലെങ്കിൽ അമ്മ എന്ന് വിളിക്കാൻ പഠിക്കും. അതിന് ശേഷമാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, വേർഡുകൾ കൂട്ടിച്ചേർത്തിട്ട് സെൻറ്റൻസുകളാക്കി പഠിക്കാൻ പറ്റുന്നത് അല്ലേ, പറയാൻ പറ്റുന്നത്. സോ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫോളോ ആൻഡ് ഓർഡർലി സീക്വൻസ് എന്നാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഇതിൽ പറയണേ കേട്ടോ. സോ മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ് എ ക്യുമുലേറ്റീവ്. നമുക്കറിയാം ക്യുമുലേറ്റീവിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ഓൺ ചെയ്യുക. ഇപ്പോൾ കുട്ടി ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുമ്പോൾ അത് കുട്ടി എന്ത് ചെയ്യും, പ്രീവിയസ് ആയിട്ട് പഠിച്ച കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്തിട്ടായിരിക്കും ഒരു പുതിയ കാര്യം ലേൺ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരിക്കലും ആൽഫബറ്റ്സ് പഠിക്കാതെ നന്നായി റീഡ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു കുട്ടി ആദ്യം ആൽഫബറ്റ്സ് പഠിച്ചാലാണ് ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുമ്പ് പഠിച്ച കാര്യങ്ങളിൽ നിന്നാണ് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ പറയണത്. അടുത്ത പ്രിൻസിപ്പിളാണ് ഡെവലപ്മെൻറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സ്. ഇപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സാണ്. ഇപ്പോൾ ചില കുട്ടികൾ പെട്ടെന്ന് നേരത്തെ തന്നെ സംസാരിച്ചു തുടങ്ങും. അതേപോലെ തന്നെ ചില കുട്ടികൾ പെട്ടെന്ന് തന്നെ നടക്കാൻ പഠിക്കും. ചില കുട്ടികൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് ക്വിക്കായിട്ട് ലേൺ ചെയ്യും. അതേപോലെ തന്നെ ചില കുട്ടികൾക്ക് എന്താണ്, ഒരു കാര്യം പഠിക്കണമെങ്കിൽ കുറച്ചും കൂടെ പ്രാക്ടീസസ് വേണം. സോ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സാണെന്നാണ് നാലാമത്തെ പ്രിൻസിപ്പിൾ പറയണത്. അപ്പോൾ ഇതിൽ ടീച്ചറുടെ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ കുട്ടീനെയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കണം. അതേപോലെ തന്നെ വേറൊരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ഒരു കുട്ടീനെയും കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇതിലെ ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പ്രിൻസിപ്പിളാണ് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഇതിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി വോൾ ആം മൂവ്മെൻ്റ് ആണ് ആദ്യം ചെയ്യണത്. എന്ന് വെച്ചാൽ ബോൾ വെച്ച് കളിക്കുമ്പോൾ കൈ ഫുള്ള് മൂവ് ചെയ്തിട്ടുള്ള ജനറൽ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് അവിടെ ചെയ്യുന്നത്. അതിനുശേഷം എന്തായിട്ട് മാറുകയാണ്, കുട്ടി വിരലുകൾ ഉപയോഗിച്ചിട്ട് ഒരു പേന പിടിച്ച് അല്ലെങ്കിൽ ഒരു പെൻസിൽ പിടിച്ചിട്ട് ബുക്കിൽ എഴുതാൻ ട്രെയിൻ ചെയ്യുകയാണ്. അതൊരു സ്പെസിഫിക് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എപ്പോഴും നടക്കുന്നത് എങ്ങനെയാണ്, ജനറൽ ടു സ്പെസിഫിക് ആണെന്നാണ് അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ പറയണത്. ആറാമത്തെ പ്രിൻസിപ്പിളാണ് ഡെവലപ്മെൻറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ. നമുക്കറിയാം ഇപ്പോൾ ഒരു കുട്ടി ഒരു വയസ്സിന് മുമ്പ് കുട്ടി നടക്കാൻ ചെറുതായിട്ട് തുടങ്ങുന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റബിൾ ആണ്. അപ്പോൾ ഏത് കുട്ടിയുടെ കാര്യം എടുത്താലും ഒരു വയസ്സൊക്കെ ആകുമ്പോൾ ഏകദേശം കുഞ്ഞിതായിട്ടിപ്പോൾ നടക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മുട്ടുകുത്തി നിൽക്കുന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റബിൾ ആണ്. അതേപോലെ തന്നെ കുട്ടി ചിരിക്കുന്നത് എപ്പോഴാണ്, അതേപോലെ തന്നെ കുട്ടി എപ്പോഴാണ് ഇരിക്കാൻ പഠിക്കുന്നത്, നിൽക്കാൻ പഠിക്കുന്നത്, അതേപോലെ തന്നെ നടക്കാൻ പഠിക്കുന്നത്, അതേപോലെ കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായം എന്താണെന്നൊക്കെ എല്ലാ കുട്ടികളിലും നമുക്ക് ഏകദേശം പ്രെഡിക്റ്റബിൾ ആണ്. സോ ഇതാണ് പറയണത് ആറാമത്തെ പ്രിൻസിപ്പിൾ, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രെഡിക്റ്റബിൾ ആണ്. ഏഴാമത്തെ പ്രിൻസിപ്പിളാണ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ്. ഇപ്പോൾ ഇതിൽ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ചൈൽഡ് എപ്പോഴും എല്ലാ കാര്യത്തിലും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇപ്പോൾ ലേണിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ നമുക്കറിയാം ഡെവലപ്മെൻറ്റിന് പല ആസ്പെക്ട്സുകളുണ്ട്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, കൊഗ്നിറ്റീവ്, ഇമോഷണൽ, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ആസ്പെക്ട്സുകളും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണെന്നാണ് ഏഴാമത്തെ പ്രിൻസിപ്പിൾ പറയണത്. എട്ടാമത്തെ പ്രിൻസിപ്പിളാണ് ഡെവലപ്മെൻറ്റ് ഈസ് സ്പൈറൽ നോട്ട് ലീനിയർ.
അപ്പോൾ നമുക്കറിയാം ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള കാര്യമല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി വേർഡ് പഠിക്കുന്നു, അതിനുശേഷം ആ കുട്ടി എന്ത് ചെയ്യുന്നു, സെൻറ്റൻസ് പഠിക്കുന്നു, പിന്നീട് കുട്ടി പാരഗ്രാഫ് പഠിക്കുന്നു, എസ്സേ പഠിക്കുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റീവായിട്ട് റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അപ്വാർഡായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് നടക്കുന്നത്. സോ ഡെവലപ്മെൻറ്റ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, അത് സ്പൈറലാണ് അല്ലെങ്കിൽ അപ്വാർഡാണെന്നാണ് ഈ 8ാമത്തെ പ്രിൻസിപ്പിൾ പറയണത്. സോ ലാസ്റ്റത്തെ പ്രിൻസിപ്പിളാണ് ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മെച്യൂറേഷൻ ആൻഡ് ലേണിംഗ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെൻറ്റ്. സോ മെച്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. സോ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നോളേജും സ്കിൽസൊക്കെ ഗെയിൻ ചെയ്യാണ് നമ്മുടെ ത്രൂ എക്സ്പീരിയൻസസിലൂടെ. സോ ഇതാണ് ലാസ്റ്റ് പ്രിൻസിപ്പിൾ. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മെച്യൂറേഷനും ലേണിങ്ങിലൂടെയും കിട്ടുന്ന ഒരു സംഭവമാണെന്നാണ് ലാസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസൊക്കെ ഇമേജസിൻ്റെ രൂപത്തിൽ കുറച്ചും കൂടെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പോവാം. ശേഷം ഒരു മെമ്മറി ട്രിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആണോന്ന് എനിക്കറിയില്ല. കോഡൊക്കെ വെച്ച് പഠിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക കേട്ടോ. സോ ഇതിൻ്റെ നോട്ട് വേണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. സോ താങ്ക് യു.